അപ്പോൾ മോങ്സും മിസ്റ്റർ ബംബിളും മിസ്സിസ് ബംബിളും കൂടെ ഉള്ള ചർച്ച. അവർ മിസ്സിസ് ബംബിൾ വലിയൊരു സീക്രട്ട് മോങ്സിന് പറഞ്ഞു കൊടുക്കാൻ പോവാണ്. ദ ഓൾഡ് വുമൺ ഹു വാസ് ദ നേഴ്സ് ഡൈഡ് വിത്ത് ഓൺലി മീ ഇൻ ദ റൂം സെഡ് മിസ്സിസ് ബംബിൾ. ദ ഓൾഡ് വുമൺ, ആ പ്രായമുള്ള സ്ത്രീ, ഹു വാസ് ദ നേഴ്സ്, അവരായിരുന്ന നേഴ്സ്, അവർ മരിച്ച വിത്ത് ഓൺലി മീ, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇൻ ദ റൂം, ആ റൂമിൽ. സെഡ് മിസ്സിസ് ബംബിൾ. മിസ്സിസ് ബംബിൾ പറഞ്ഞു, നോ വൺ എൽസ് വാസ് ദെയർ, വേറെ ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. ആസ്ക് മങ്സ് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ചെയ്യുക. നോ വൺ എൽസ് വാസ് ദെയർ, വേറെ ആരും ഉണ്ടായിരുന്നില്ല. ആസ്ക് മിസ്റ്റർ മോങ്സ് ഫിയേഴ്സ്ലി, ശക്തമായിട്ട് തറക്കുന്ന രീതിയിൽ ചോദിച്ചു. നോ വൺ, ആരും ഉണ്ടായിരുന്നില്ല. ഗുഡ് സെഡ് മിസ്റ്റർ മോങ്സ്. ഗോൺ, നല്ലത്. സെഡ് മോങ്സ് പറഞ്ഞു. ഗോൺ, പറയൂ. ഷീ സ്പോക്ക് അബൌട്ട് എ യങ് വുമൺ, അവൾ പറയാൻ തുടങ്ങി. അബൌട്ട് എ യങ് വുമൺ, ചെറുപ്പക്കാരിയായിട്ടുള്ള സ്ത്രീ. ഹു ഹാഡ് ഗിവൺ ബർത്ത്, അവൾ ജന്മം നൽകി. ഇൻ ദ സെയിം ബെഡ്, ആ സെയിം ബെഡിൽ. സം ഇയേഴ്സ് ബിഫോർ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. ദ ചൈൽഡ് വാസ് ഒലിവർ ട്വിസ്റ്റ്, ആ കുട്ടിയുടെ പേര് ഒലിവർ ട്വിസ്റ്റ് എന്നായിരുന്നു. ആൻഡ് ദിസ് നേഴ്സ് ഹാഡ് റോബ്ഡ് ദ ചൈൽഡ്സ് മദർ. അപ്പോൾ ഈ നേഴ്സ്, ആൻഡ് ദിസ് നേഴ്സ് ഹാഡ് റോബ്ഡ്, കൊള്ളയടിച്ചു, ദ ചൈൽഡ്സ് മദർ, ഈ കുട്ടിയുടെ അമ്മയെ കൊള്ളയടിച്ചു. റോബ്ഡ് ഇൻ ലൈഫ് ആസ്ക്ഡ് മോങ്സ്, അതായത് റോബ്ഡ് ഇൻ ലൈഫ്, അവൾ ജീവിച്ചിരിക്കുന്ന സമയത്താണ് കൊള്ളയടിച്ചത് എന്നല്ല മോങ്സ് ചോദിച്ചു. ഇൻ ഡെത്ത്, മരിക്കുന്ന സമയത്ത്. ഷീ സ്റ്റോൾ ഫ്രം ദ ബോഡി, അവൾ ആ ശരീരത്തിൽ നിന്ന് കട്ടെടുത്തു. വെൻ ഇറ്റ് വാസ് ഹാർഡ്ലി കോൾഡ്, അപ്പോൾ അവൾ തണുത്തിട്ടില്ല, ശരീരം തണുത്തിട്ടില്ല. അതിന് മുമ്പ് തന്നെ ഇവളെടുത്തു. ഹാർഡ്ലി കോൾഡ്, തണുത്ത് വരുന്നുള്ളൂ. ബട്ട് ദ ഓൾഡ് വുമൺ ഫെൽ ബാക്ക് ആൻഡ് ഡൈഡ് ബിഫോർ ഷീ കുഡ് ടെൽ മീ മോർ. അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ദ വുമൺ ഫെൽ ബാക്ക്, അവൾ പ്രായമുള്ള സ്ത്രീ പുറകോട്ട് വീണു. ആൻഡ് ഡൈഡ്, മരിച്ചു. ബിഫോർ ഷീ കുഡ് ടെൽ മീ മോർ, കൂടുതൽ കാര്യം എന്നോട് പറയാൻ കഴിയുന്നതിന് മുമ്പ്. ഇറ്റ്സ് എ ലൈ ഷൗട്ടഡ് മിസ്റ്റർ മോങ്സ്. അതായത് ഇപ്പോൾ മിസ്സിസ് ബംബിൾ പറഞ്ഞ കാര്യം മോങ്സ് കേൾക്കുന്നുണ്ട്. മോങ്സിനോട് പറഞ്ഞതാണ്. ആ വൃദ്ധയായ സ്ത്രീ, അതായത് ഒലിവറിൻ്റെ അമ്മ മരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന വൃദ്ധയായ സ്ത്രീ മരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒലിവറിൻ്റെ മദറാണ് എന്ന് പറഞ്ഞു, ഇത്രയേ ഉള്ളൂ. അധികം പറയുന്നതിന് മുമ്പ് മരിച്ചു. അത് കേട്ടപ്പോൾ തന്നെ ഇറ്റ്സ് ലൈ, അതൊരു നുണയാണ്. ഷൗട്ടഡ് മോങ്സ് ഫ്യൂരിയസ്ലി, വളരെ ഭയാനകമായ രീതിയിൽ മോങ്സ് ഒച്ചെടുത്തു. യു നോ മോർ, നിനക്ക് കൂടുതലായിട്ടുള്ളത് അറിയാം. ഐ വിൽ കിൽ യു ബോത്ത് ഇഫ് യു ഡോണ്ട് ടെൽ മീ വാട്ട് എൽസ് ഷീ സെഡ്. യു നോ മോർ, നിനക്ക് കൂടുതൽ അറിയാം. ഐ വിൽ കിൽ യു, ഞാൻ നിങ്ങളെ കൊല്ലും. ബോത്ത്, നിങ്ങളെ രണ്ടുപേരെയും. ഇഫ് യു ഡോണ്ട് ടെൽ മീ, നിങ്ങളത് പറയുന്നില്ലെങ്കിൽ. വാട്ട് എൽസ് ഷീ സെഡ്, പിന്നെ എന്തൊക്കെയാണ് അവൾ പറഞ്ഞു എന്നുള്ളത്. ഷീ സെഡ് നോ മോർ, റിപ്പീറ്റഡ് മിസ്സിസ് ബംബിൾ. ഷീ സെഡ് നോ മോർ, അവൾ കൂടുതലൊന്നും അവൾ പറഞ്ഞിട്ടില്ല. റിപ്പീറ്റഡ് മിസ്സിസ് ബംബിൾ. മിസ്സിസ് ബംബിൾ ആവർത്തിച്ചു. കാംലി, സാവധാനത്തിൽ, ശാന്തമായി. ഷോയിങ് അൺലൈക്ക് മിസ്റ്റർ ബംബിൾ നോ ഫിയർ ഓഫ് ദ സ്ട്രേഞ്ച് മാൻസ് വയലൻസ്. ഷോയിങ് മിസ്റ്റർ ബംബിളിനെ പോലെയല്ല, അവൾക്ക് ഭയങ്കര ധൈര്യമാണ്. അൺലൈക്ക് മിസ്റ്റർ ബംബിളെ പോലെയല്ല. ഷോയിങ് നോ ഫിയർ, ഭയമൊന്നും പ്രകടിപ്പിക്കാതെ, ഓഫ് ദ സ്ട്രേഞ്ച് മാൻസ് വയലൻസ്, ഈ അപരിചിതനായ മനുഷ്യൻ്റെ ആ പരാക്രമമൊന്നും കണ്ടിട്ട് അവളുടെ മുഖത്ത് യാതൊരു മുഖഭാവമില്ല. ശാന്തമായിട്ട് പറഞ്ഞു, വേറൊന്നും പറഞ്ഞിട്ടില്ല. ബട്ട് ഇൻ ഹെർ ഹാൻഡ് ഐ ഫൗണ്ട് എ പീസ് ഓഫ് ഡേർട്ടി പേപ്പർ. പക്ഷേ ഇൻ ഹെർ ഹാൻഡ്, അവളുടെ കൈകളിൽ, ഐ ഫൗണ്ട്, ഞാൻ കണ്ടു, എ പീസ് ഓഫ് ഡേർട്ടി പേപ്പർ, ചളി പിടിച്ച ഒരു കഷ്ണം പേപ്പർ. വിച്ച് കണ്ടെയ്ൻഡ്, അപ്പോഴേക്കും മോങ്സ് കൂടുതൽ ക്യൂരിയസ് ആവണം. വിച്ച് കണ്ടെയ്ൻഡ്, അതിൽ എന്താ ഉണ്ടായിരുന്നത്? നത്തിങ്, ഇറ്റ് വാസ് ഓൺലി എ റെസിപ്റ്റ്. അത് ഒന്നും ആയിരുന്നില്ല. ഇറ്റ് വാസ് ഓൺലി എ റെസിപ്റ്റ്, ഒരു റെസിപ്റ്റ് ആയിരുന്നു. ഫ്രം എ പോൺ ബ്രോക്കർ. അത് പോൺ ബ്രോക്കർ പറഞ്ഞാൽ ഈ ഈട് വെച്ചിട്ട് പൈസ കൊടുക്കുന്ന ആളാണ്. പോൺ ബ്രോക്കറിൻ്റെ അടുത്ത് നിന്നുള്ള റെസിപ്റ്റുമായിരുന്നു.
I went to the pawnbroker. ഞാൻ ആ pawn broker അടുത്തേക്ക് പോയി and got back a little gold locket. എനിക്ക് കിട്ടി. I got a little gold locket. എനിക്ക് കിട്ടി ഒരു ചെറിയ a little gold locket. ചെറിയ ഒരു ഗോൾഡൻ ലോക്കറ്റ് കിട്ടി. അത് pawn brokerൻ്റെ കയ്യിൽ കിട്ടി. Inside was a gold wedding ring. അതിനകത്ത് വാസ് എ ഗോൾഡ് വെഡിങ് റിംഗ്, സ്വർണത്തിൻ്റെ ഒരു കല്യാണ മോതിരം ഉണ്ടായിരുന്നു. ആൻഡ് ഓൺ ദ ലോക്കറ്റ് ഇറ്റ് സെൽഫ്, ആ ലോക്കറ്റിനകത്ത് തന്നെ ദ നെയിം അഗ്നസ്. ഷി പുട്ട് ദ ലോക്കറ്റ് ഓൺ ദ ടേബിൾ ഇൻ ഫ്രണ്ട് ഓഫ് ദ മോങ്സ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചോളം ഇതൊരു തെളിവാണ്. അതായത് ആ സ്ത്രീയുടെ ലോക്കറ്റിൽ സാധാരണ ഭാര്യ ഭർത്താവിൻ്റെ ഫോട്ടോ ഉണ്ടാവാം, ഒരു പേരുണ്ട്, വെഡ്ഡിങ് റിങ് ഉണ്ട്. ഇതിനൊക്കെ എന്തെങ്കിലും ക്ലൂ കിട്ടും ശരിക്കും ആരാണ് കൂലി പറഞ്ഞത്. അപ്പോൾ ഒരു ക്ലൂ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. അപ്പോൾ ഇതിൽ പേര് എഴുതിയിട്ടുണ്ട്, ദ നെയിം ആഗ്നസ് എന്നാണ് എഴുതിയത്. ഷീ പുട്ട് ദ ലോക്കറ്റ് ഓൺ ദ ടേബിൾ. ആ ലോക്കറ്റ് മോങ്സിൻ്റെ അടുത്ത് വെച്ചു. ഹി പിക്ഡ് ഇറ്റ് അപ്പ് ഇമ്മീഡിയറ്റ്ലി ആൻഡ് ലുക്ക്ഡ് അറ്റ് ഇറ്റ് ക്ലോസ്ലി. ഹി പിക്ഡ് ഇറ്റ് അപ്പ്. അപ്പോൾ ആ ലോക്കറ്റ് മിസ്സിസ് ബംബിളുടെ കയ്യിലാണ്. മിസ്സിസ് ബംബിൾ ടേബിൾ വെച്ച ഉടനെ തന്നെ ഹി പിക്ഡ് ഇറ്റ് അപ്പ് ഇമ്മീഡിയറ്റ്ലി. അവൾ പെട്ടെന്ന് തന്നെ അയാളെടുത്തു. ആൻഡ് ലുക്ക്ഡ് അറ്റ് ഇറ്റ് ക്ലോസ്ലി. അതിലേക്ക് ശ്രദ്ധയോടുകൂടി അടുത്ത് പിടിച്ച് നോക്കി. ഹിസ് ഹാൻഡ്സ് ഷേക്കിംഗ്. ഈസ് ദിസ് ഓൾ? അയാൾ പറയുന്ന സമയത്ത് ഹിസ് ഹാൻഡ്സ് വാസ് ഷേക്കിംഗ്. അയാളുടെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. ഈസ് ദിസ് ഓൾ? ഇത് മാത്രമേ ഉള്ളൂ? ഇറ്റ് ഈസ്. And now I want to ask you a question. It is. അത് മാത്രമേ ഉള്ളൂ. And now ഇപ്പോൾ I want to ask you a question. എനിക്കൊരു ചോദ്യം ചോദിക്കണം. What do you intend to do with the locket? What do you intend to do with the locket? ഈ ലോക്കറ്റും വെച്ച് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? This so it can never be used against me. Monk suddenly pushed the table to one side and opened a small door in the floor. അപ്പോൾ ഈ ലോക്കറ്റ് നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് മിസ്സിസ് ബംബിൾ ചോദിക്കണം. അപ്പോൾ അയാൾ ആ ലോക്കറ്റ്, സോ ഇറ്റ് ക്യാൻ നെവർ ബി യൂസ്ഡ് അഗെയിൻസ്റ്റ് മീ. ഈ ലോക്കറ്റ് ഒരിക്കലും എനിക്ക് എതിരായിട്ട് ഉപയോഗപ്പെടുത്തില്ല എന്നറിഞ്ഞു. മോങ്സ് സഡൻലി പുഷ് ദ ടേബിൾ. ഇത് പറഞ്ഞ സമയത്ത് മോങ്സ് എന്ത് ചെയ്തു? ആ ടേബിളിൻ്റെ ചുറ്റും അവിടെ ഇരിക്കുന്ന ആ ടേബിൾ അങ്ങ് പുഷ് ചെയ്തു. ആൻഡ് ടു ദ സൈഡ് ആൻഡ് ഓപ്പൺ എ സ്മോൾ ഡോർ ഇൻ ദ ഫ്ലോർ. തറയിൽ ഒരു ചെറിയ വാതിലുണ്ടായിരുന്നു, അതങ്ങ് തുറന്നു. ഡൗൺ ബിലോ റഷ് ദ റിവർ, ഇറ്റ്സ് മഡി വാട്ടേഴ്സ് swollen by the heavy rain. അപ്പോൾ ഇവർ താമസിക്കുന്ന വീടിൻ്റെ താഴെ കൂടെ പുഴ ഒഴുകി പോകുന്നുണ്ട്. അതിൻ്റെ മേലെയാണ് വീട്. ഇയാൾ തറയിലുള്ള ഒരു വാതിലങ്ങ് തുറന്നപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുക. എ സ്മോൾ ഡോട്ട് ഇൻ ദ ഫ്ലോർ, ഡൗൺ ബിലോ റഷ്ഡ്. അങ്ങനെ സ്പീഡിൽ റഷ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. റിവർ, പുഴ, ഇറ്റ്സ് മഡി വാട്ടേഴ്സ്, ചളി പിടിച്ച വെള്ളം, swollen by the heavy rain. അതായത് ശക്തിയായി മഴ പെയ്തുകൊണ്ടിരിക്കുന്നല്ലോ. അപ്പോൾ അതിൽ നിറഞ്ഞ ചളി പിടിച്ച വെള്ളം കുത്തിയൊലിച്ച് പോയിക്കൊണ്ടിരിക്കുക. ഇഫ് യു threw a man's body down there, where would it be tomorrow? asked monks. അവരോട് ചോദിച്ചു. ആ വെള്ളം അങ്ങനെ കുത്തി വെച്ചല്ലേ, ഡോർ അങ്ങനെ തുറന്നപ്പോൾ വെള്ളം അങ്ങനെ അടിയിൽ കൂടെ ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുക. ഇഫ് യു ത്രൂ എ മാൻസ് ബോഡി, ഒരാളുടെ ശരീരം നമ്മളിപ്പോൾ ഇവിടെ ഇടുകയാണെങ്കിൽ, വേർ വുഡ് ഇറ്റ് ബി ടുമോറോ? നാളെ അത് എവിടെയായിരിക്കും? ആസ്ക് മോങ്സ് ചോദിച്ചു. 12 miles ഡൗൺ ദ റിവർ. അത് ഒറ്റ പോക്ക് പോയാൽ 12 കിലോമീറ്റർ ഡൗൺ ദ റിവർ, പുഴയിൽ. ആൻഡ് കട്ട് ടു പീസസ്, മാത്രമല്ല അടുത്തുമ്പോഴേക്കും പീസായിട്ടുണ്ടാവും. replied Mr. Bumble in a shaky voice. മിസ്റ്റർ ബംബിൾ മറുപടി പറഞ്ഞു, ഇൻ എ ഷേക്കി വോയിസ്, വിറക്കുന്ന ശബ്ദമായിട്ട്. അപ്പോൾ എന്താണ് ഈ മോങ്സിൻ്റെ ഉദ്ദേശം എന്നറിയില്ലല്ലോ. മോങ്സിനോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഈ ഡോറങ്ങ് തുറന്ന് പുഴ അടിക്കണമെന്ന് ഒഴുകിക്കൊണ്ടിരിക്കുക, നോക്കിയിട്ട് ചോദിക്കണം ഇതിലൊരു മനുഷ്യനിട്ടാൽ എന്തായിരിക്കും സംഭവിക്കുക? അപ്പോൾ അവന് 12 കിലോമീറ്റർ അപ്പുറം പീസായിട്ട് കിട്ടുള്ളൂ എന്ന്. അങ്ങനത്തെ കുത്തിവരച്ച വെള്ളമാണ്. മോങ്സ് ടൈഡ് ദ ലോക്കറ്റ് ടു എ ഹെവി വെയ്റ്റ് ആൻഡ് ഡ്രോപ്ഡ് ഇറ്റ് ഇൻ ടു ദ വാട്ടർ. മോങ്സ് എന്ത് ചെയ്തു? ടൈഡ് ദ ലോക്കറ്റ്, ആ ലോക്കറ്റ് കെട്ടി, ടു ഹെവി വെയ്റ്റ്, ഒരു ഭാരമുള്ളൊരു സാധനത്തിന്, ആൻഡ് ഡ്രോപ്ഡ്, എന്നിട്ടത് ഇട്ടു ഇൻ ടു ദ വാട്ടർ, വെള്ളത്തിലേക്ക്.
ഇൻ എ സെക്കൻഡ്, ഒരു സെക്കൻഡിനുള്ളിൽ ഇറ്റ് വാസ് ഗോൺ. ആ ലോക്കറ്റ് പോയി. അപ്പോൾ ഏക തെളിവാണ്. അപ്പോൾ ഒലിവറിൻ്റെ മദർ മരിക്കുന്ന സമയത്ത് ഒലിവറിൻ്റെ മദർ ധരിച്ചിരുന്ന ഏക ലോക്കറ്റ്, അതിൽ അവരുടെ പേരുണ്ട്, ഫോട്ടോ ഉണ്ട്, ഹസ്ബൻഡിൻ്റെ പേരുണ്ട്, വെഡ്ഡിങ് റിംഗ് ഉണ്ട്. ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ലോക്കറ്റാണ് മിസ്സിസ് ബംബിളിൻ്റെ കയ്യിൽ. മിസ്സിസ് ബംബിൾ ഇത് മോങ്സിന് കൊടുത്തു. മോങ്സ് അത് വെയിറ്റ് ഉള്ളൊരു സാധനം കെട്ടിയിട്ട് ആ പുഴയിലേക്ക് ഇട്ടു. The three of them looked into each other's faces. എന്താ സംഭവിച്ചെന്ന് അറിയില്ല. ഒരു സെക്കൻഡ്, ഇൻ എ സെക്കൻഡ് ഇറ്റ് വാസ് ഗോൺ. അത് പോയി. The three of them looked into each other's face. മൂന്നാളുകളും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. And seemed to breathe more freely. അവരെ നോക്കിയപ്പോൾ അവർ ആശ്വാസത്തിൻ്റെ, അതായത് മുമ്പത്തെ ഇങ്ങനെ ശ്വാസം പിടിച്ചിരിക്കുന്നു. ഇപ്പോൾ seemed to breathe, അവർ കൂടുതൽ സ്വതന്ത്രമായി ശ്വസിക്കുന്നതായിട്ട് കാണപ്പെട്ടു. അതായത് ഈ സാധനം കണ്ടോടുകൂടി മോങ്സിൻ്റെ ബ്രീത്ത് പോയിരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് അത് നശിപ്പിക്കണം എന്നുള്ള ചിന്തയാണ്. പക്ഷേ മോങ്സ് ചോദിച്ചത് ഒരാളെ ഇട്ടാൽ എന്താ സംഭവിക്കുന്നത്? അപ്പോൾ ബംബിളിന് അറിയില്ലല്ലോ ഇയാളുടെ ഉദ്ദേശം എന്താ, എന്നെ പിടിച്ചിടാനാണോ അതോ ഭാര്യയെ പിടിച്ചിടാനോ അതോ രണ്ടുപേരെയും പിടിച്ചിടാനോ? അപ്പോൾ മൊത്തം ഇതൊന്നുമല്ല സംഭവം, ഇത്രേ ഉള്ളൂ. അതായത് ഈ സാധനം പോകണം, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ ലോക്കറ്റ് അയാളെ കളയാൻ വേണ്ടി, അപ്പോൾ അത് അറിഞ്ഞപ്പോൾ മൂന്നാളുകൾക്കും ആശ്വാസമായി. നൗ വി ഹാവ് നത്തിങ് മോർ ടു സേ. ഇനി നമുക്കൊന്നും പറയാനില്ല. സെഡ് മോങ്സ് പറഞ്ഞു, വിത്ത് എ ത്രട്ടണിങ് ലുക്ക് അറ്റ് മിസ്റ്റർ ബംബിൾ. വിത്ത് എ ത്രട്ടണിങ് ലുക്ക്, ഭയപ്പെടുത്തുന്ന ഒരു നോട്ടം നോക്കിക്കൊണ്ട് അറ്റ് മിസ്റ്റർ ബംബിളിൻ്റെ നേരെ. ആൻഡ് നത്തിങ് ടു സേ ടു എനി വൺ എൽസ് ഏതർ. ഇപ്പോൾ നമുക്കൊന്നും സംസാരിക്കാമെന്നില്ല, മാത്രമല്ല ആൻഡ് നത്തിങ് ടു സേ, ഒന്നും പറയാനില്ല ടു എനി വൺ എൽസ്, മറ്റാരോടെങ്കിലും ഒന്നും സംസാരിക്കാനില്ല. ഡു യു അണ്ടർസ്റ്റാൻഡ്? പറഞ്ഞത് മനസ്സിലായോ? Certainly, said Mr. Bumble very politely. തീർച്ചയായും. Certainly, said Mr. Bumble. ബംബിൾ പറഞ്ഞു വെരി പൊളൈറ്റ്ലി, വളരെ ഭവ്യതയോട് കൂടിയിട്ട്. He moved away from the strange man. അയാൾ നീങ്ങി away, ദൂരേക്ക്, ഫ്രം ദ സ്ട്രേഞ്ച് മാൻ, ആ അപരിചിതൻ്റെ അടുത്ത് നിന്ന്. ആങ്ഷ്യസ് ടു ലീവ് ക്വിക്ക്ലി, പെട്ടെന്ന് അയാൾക്ക് അവിടെ നിന്ന് പോകണം. ആങ്ഷ്യസ് ആണ് അയാൾ, പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് അയാൾ ഈ സ്ട്രേഞ്ചിൻ്റെ അടുത്ത് നീങ്ങി. അറ്റ് ദ ഡോർ ടു ദ സ്ട്രീറ്റ്, വാതിലിൻ്റെ അടുത്തേക്ക്, ടു ദ സ്ട്രീറ്റ്, തെരുവിലേക്ക്. മോങ്സ് ടേൺഡ് അഗെയിൻ ടു മിസ്റ്റർ ബംബിൾ. മോങ്സ് വീണ്ടും ബംബിളിന് നേരെ തിരിഞ്ഞു. ആൻഡ് ഇഫ് വി എവർ മീറ്റ് അഗെയിൻ, ഇനിയും നമ്മൾ കാണുകയാണെങ്കിൽ, ഇഫ് വി എവർ മീറ്റ് അഗെയിൻ, നമ്മൾ ഇനിയും കാണുകയാണെങ്കിൽ, വി ഡോണ്ട് നോ ഇച്ച് അതർ, നമുക്ക് പരസ്പരം അറിയില്ല. ഡു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ആസ് വെൽ? എനിക്ക് അതും മനസ്സിലായിട്ടുണ്ടോ? അതായത് ഈ സംഭവം എന്തോടെ കഴിഞ്ഞു. ഇനി നമ്മൾ മൂന്ന് പേരും എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ നമുക്ക് പരസ്പരം അറിയില്ല. ഇറ്റ്സ് ഗോൺ, ഇറ്റ്സ് ഓവർ എന്നുള്ള രീതിയിലാണ് ഈ സ്ട്രേഞ്ചർ സംസാരം. അപ്പോൾ ഈ സ്ട്രേഞ്ചർ ആരാണെന്ന് നമുക്കറിയില്ല, മിസ്റ്റർ മോങ്സ് ആരാണെന്ന് അറിയില്ല. ഇയാൾ എന്തിനാണ് ഒലിവറിൻ്റെ ഡീറ്റെയിൽസ് നോക്കി നടക്കുന്നതെന്ന് അറിയില്ല. എനിഹൗ മിസ്റ്റർ ബംബിളിൻ്റെ ഏക തെളിവായിട്ടുള്ള ലോക്കറ്റും ഇപ്പോൾ നഷ്ടമായിരിക്കണം. അപ്പോൾ സോ ദ പുവർ ഒലിവർ ഹൗ വി ക്യാൻ, എങ്ങനെ അയാൾക്ക് അയാളുടെ കുടുംബത്തെ കണ്ടെത്താൻ പറ്റും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. വി വിൽ കണ്ടിന്യൂ ഇറ്റ് ഇൻ അവർ നെക്സ്റ്റ് എപ്പിസോഡ്. ഓക്കെ, താങ്ക് യു, ബൈ.